നമസ്കാരം. ഇവ വിഷ്വൽ ഹാങ്ഔട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷമായി ഞാൻ വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നത് കാനണിൻ്റെ XA40 എന്ന വീഡിയോ ക്യാമറ ഉപയോഗിച്ചിട്ടായിരുന്നു. ഒരു അപ്ഗ്രേഡേഷൻ്റെ ഭാഗമായി ഇന്നു മുതൽ കാനൺ XA60 ഉപയോഗിക്കാൻ പോവുകയാണ്. കൊറിയർ വഴി ക്യാമറ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. സാധാരണയായി പൊതുവെ ക്യാമറകൾ എത്തുമ്പോഴത്തേക്കും അത് പലപ്പോഴും ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല കൺട്രീസിൽ നിന്നോ ആയിരിക്കും കാനണിൻ്റെ പല പ്രോഡക്റ്റുകളും എത്താറുള്ളത്. പക്ഷേ ഇന്ന് പതിവിലും വിപരീതമായി മെയ്ഡ് ഇൻ ജപ്പാൻ എന്നടിച്ചിട്ടുള്ളൊരു ബോക്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ജപ്പാൻ്റെ തന്നെ ഒറിജിനൽ പ്രോഡക്റ്റ് ആണെന്ന് കരുതുന്നു. നമുക്കിന്ന് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ബോക്സിൻ്റെ ഇതിൻ്റെ ഈ ഒരു ബണ്ടിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊപ്പം ഒരു എക്സ്ട്രാ ബാറ്ററി കിട്ടുന്നുണ്ട്, ഒരു ചാർജർ കിട്ടുന്നുണ്ട്, ബാറ്ററി ചാർജർ കിട്ടുന്നുണ്ട്, പ്ലസ് ഒരു ക്യാമറ ബാഗ് കിട്ടുന്നുണ്ട്. ഇത്രയും സാധനങ്ങളിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്കത് കാണാൻ പറ്റുന്നത് ഇതൊരു കാനണിൻ്റെ ഇതിൻ്റെ കൂടെയുള്ള ബാറ്ററി ചാർജർ ആണിത്. ഇതിനകത്തൊരു ചാർജറുണ്ട്. ഈ ഒരു ചാർജർ നമുക്ക് കിട്ടിയത് കാരണം നമുക്ക് കയ്യിലുള്ള ഇപ്പോൾ കിട്ടിയിട്ടുള്ള എക്സ്ട്രാ ബാറ്ററി അത് നമുക്ക് ഇടയ്ക്ക് ചാർജ് ചെയ്യാൻ സൗകര്യപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് കാനൺ XA60-65 രണ്ട് മോഡലിൻ്റെയും കൂടെ ചേർന്നുള്ള ഒരു കാറ്റലോഗ്, വാറണ്ടി കാർഡ്, ഇത്രയും ഇതിനകത്ത് ആദ്യമേ കാണാൻ സാധിക്കുന്നുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ക്യാമറയുടെ ചാർജറാണ്, ചാർജിങ് കേബിൾ, പവർ കേബിളാണിത്. കണ്ടിട്ട് നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അതിനോടൊപ്പം പവർ കേബിൾ, അഡീഷണലായിട്ട് നമുക്ക് ഈ ബോക്സിൻ്റെ കൂടെ ഇപ്പോൾ 2 ബാറ്ററി ലഭിച്ചിരിക്കുന്നത്. ഒരു സാധാരണ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ക്യാമറയിൽ ഒരു ബാറ്ററിയാണ് വന്നിരുന്നത്. ഈ ബണ്ടിൽ അഡീഷണലായിട്ട് ഒരു ബാറ്ററി കൂടെ ലഭ്യമാണ്. ഇതിനോടൊപ്പം ഇത് ക്യാമറ ലെൻസ് ഹുഡാണ്. ഇതിൽ തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ അതിനകത്തുള്ള ഫ്രണ്ടിലത്തെ ലെൻസ് ഹുഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്ഥിരമായിട്ട് വേണമെങ്കിൽ ഘടിപ്പിക്കാം. ഇതിൽ തന്നെ നമുക്ക് ഷട്ടർ ഓപ്പൺ ആൻഡ് ഷട്ടർ ക്ലോസ് അവൈലബിൾ ആണ്. 2 സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഹാൻഡിൽ അത് ഘടിപ്പിക്കാനുള്ള സ്ക്രൂ ആണിത്. ഇതാണ് ക്യാമറ ഹാൻഡിൽ. ഈ ഹാൻഡിലിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 XLR മൈക്കുകൾ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഈ സൈഡിലാണെങ്കിൽ ഓഡിയോ കൺട്രോൾസ് ആണുള്ളത്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഒരു ക്യാമറ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു സൂം ഔട്ടും സൂം ഇന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ കൊടുക്കും. ഇവിടെ ഒരു ഹോട്ട് ഷൂ ഉണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് മൈക്ക് ഘടിപ്പിക്കാവുന്ന സ്ലോട്ട് ഇവിടെയാണ്. അതിൻ്റെ അഡാപ്റ്റർ നമുക്ക് ലഭ്യമാണ്. ഇതിൻ്റെ സ്ക്രൂ വെച്ചിട്ട് നമുക്കിതിങ്ങനെ
ഇങ്ങനെ ഘടിപ്പിക്കാൻ സാധിക്കും. ഇത് നമുക്കിങ്ങനെ ഘടിപ്പിക്കുമ്പോഴൊരു ഗുണം, നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമറ നമുക്ക് നോക്കാം. വളരെ സെക്യൂറായിട്ട് പാക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ക്യാമറ, അതായത് Canon XA60 എന്ന് പറയുന്ന വീഡിയോ ക്യാമറ. വളരെ കോമ്പാക്റ്റ് ആണ്. നമ്മുടെ ഒരു കൈയുടെ ഒരു കൈപ്പത്തിൽ തന്നെ നിൽക്കാവുന്ന വലിപ്പമേ ഇതിനുള്ളൂ. ഇത് വളരെ ഹാൻഡിയാണ്. നമുക്കിത് കൊണ്ടു നടന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറയാണ്. അതായത് XA40യും ഇതും സൈസിൽ വലിയ വ്യത്യാസമില്ല, പിന്നെ പ്രവർത്തനത്തിൽ കാര്യമായ വലിയ വ്യത്യാസമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇതിൻ്റെ ഹാൻഡിലൊന്ന് കണക്ട് ചെയ്യാം. ക്യാമറ ഹാൻഡിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് മൈക്ക് ഹുഡ് നമുക്ക് കണക്ട് ചെയ്യാം. അതിനായിട്ട് 2 സ്ക്രൂ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാമറ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ലെൻസ് കൊടുത്ത് ഘടിപ്പിക്കാം. ലെൻസ് കൊടുത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാമറ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്കൊരു ബാറ്ററി കൂടെ ഘടിപ്പിക്കേണ്ടതുണ്ട്. ബാറ്ററി ചാർജ് അതിനകത്ത് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല, നോക്കാം. വളരെ സിമ്പിളാണ്. ഈ ഭാഗത്താണ് ബാറ്ററി ഘടിപ്പിക്കേണ്ടത്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രവർത്തനം. ശരിക്കും ഈ ക്യാമറ വളരെ ഹാൻഡിയാണ്. ശരിക്കൊരു പ്രൊഫഷണൽ ക്യാമറയാണ് XA60. കാഴ്ചയിൽ XA40 പോലെ തന്നെയുണ്ട്. ഈ ക്യാമറ ഹാൻഡിലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതില്ലാതെ നമുക്ക് ഈ ക്യാമറ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനും മറ്റുമൊക്കെ ഈ ഹാൻഡിൽ ഉള്ളതാണ് കൂടുതൽ സൗകര്യപ്രദം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് അത്യാവശ്യം വേണ്ട സൂം ഔട്ട്, സൂം ഇൻ ഫങ്ഷൻസൊക്കെ ഇതിനകത്ത് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമുക്കിത് ചെയ്യാൻ. നമ്മൾ ക്യാമറയോട്ട് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു ഓൺ ഓഫ് സ്വിച്ച് അവൈലബിൾ ആണ്. ക്യാമറ ഓൺ, നടുക്കായിട്ട് ക്യാമറ ഓഫ്, ബാക്കിലോട്ട് മീഡിയ, അതായത് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാനുള്ള ഒരു സൗകര്യമാണ് ഈ ബട്ടൺ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫോക്കസ് ബട്ടൺ, സൂം ബട്ടൺ ഇതൊക്കെ അവൈലബിൾ ആണ്. ഈ ഭാഗത്തായിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു മെനു ബട്ടൺ കാണാം. ഇത് വന്നിട്ട് നമ്മൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ്. ഇത് വന്നിട്ട് നമുക്ക് മെനു ബട്ടണിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീൽ ഉപയോഗിച്ച് നമുക്ക് സെലക്ഷൻ സാധിക്കും. ഈ ഭാഗത്തായിട്ടാണ് പവർ കേബിൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഈ ഭാഗത്തായിട്ടാണ് പവർ കേബിൾ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഉള്ള കൺട്രോൾസ്, കുറച്ചധികം കൺട്രോൾസുകളുണ്ട്. ഇവിടെ നമുക്കൊരു HDMI ഔട്ടുണ്ട്, പിന്നെ ഒരു USB ഔട്ടുണ്ട്, USB C പോർട്ടിൻ്റെ ഔട്ടുണ്ട്,
പിന്നെ നമുക്ക് പിന്നെ ഈ മൈക്ക് കണക്ട് ചെയ്യാം, അത് പോയിട്ട് നമ്മുടെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓഡിയോ ഔട്ട് ഇത്രയും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ ഇവിടെ ഉള്ളത് ഈ ഒരു സൂം ഇൻ സൂം ഔട്ട് ബട്ടണാണ്. ഈ ബട്ടൺ നമുക്ക് ഹാൻഡിൽ ഇല്ലാത്തപ്പോൾ ഇത് വേണമെങ്കിൽ സൂം ഔട്ട് സൂം ഇൻ ചെയ്യാം. നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇതിനകത്തുള്ള ഒരു സ്പീഡിൽ നമുക്ക് സൂം ഔട്ട് സൂം ഇൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഇതിനകത്ത് വേറൊരു സ്പീഡിൽ, അതായത് വളരെ സ്ലോ സ്പീഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉള്ളത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി ഷൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ മാനുവലി ഷൂട്ട് ചെയ്യണോ എന്നുള്ള സെലക്ഷൻ ബട്ടണാണ് ഇവിടെ അവൈലബിൾ. ഇതിനകത്ത് നല്ലൊരു 3.5 ഇഞ്ചിൻ്റെ ഒരു LCD സ്ക്രീനുണ്ട്. ഈ ഇതൊന്നൊരു OLED സ്ക്രീനാണ്. ഇതിനകത്ത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് പ്രീ റെക്കോർഡഡ് ഓട്ടോ ഫോക്കസ് മോഡൊക്കെ സെറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുമ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഇൻഫ്രാറെഡ് റെക്കോർഡിംഗ്, നൈറ്റിൽ ഒരു ഷൂട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇൻഫ്രാറെഡ് ഓൺ ഓഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 കാർഡ് സ്ലോട്ടുകൾ അവൈലബിൾ ആണ്. നമുക്കിവിടെ 2 കാർഡുകൾ നമുക്കിവിടെ ഇടാൻ പറ്റും. ഹൈ സ്പീഡ് പിന്നെ കാർഡാണ് നമ്മളിവിടെ ഇടേണ്ടത്. ഇത് നമുക്ക് ഈ 2 സ്ലോട്ടിൽ 2 കാർഡ് ഇടാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് വേണമെങ്കിൽ ഒരേ സമയം 2 റെക്കോർഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഫിൽ ചെയ്തതിന് ശേഷം മറ്റുള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി ക്യാരി ഔട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഇടാൻ പറ്റും. അങ്ങനെ 2 സൗകര്യപ്രദമായ 2 കാർഡ് സ്ലോട്ടാണ് ഇവിടെ ഉള്ളത്. ഇത് ശരിക്കും UHD 4K ക്യാപ്ചർ 1/2.3 CMOS സെൻസറാണുള്ളത്. 2 XLR ഓഡിയോ ഇൻപുട്ടുകളുണ്ട്. ഒരു മിനി HDMI ഔട്ട്പുട്ടുണ്ട്. ഈ XA45 മുൻഗാമിയായി നമ്മൾ നോക്കുമ്പോൾ നിരവധി സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ ഒരു ക്യാമറയാണ് Canon XA60. പ്രൊഫഷണൽ UHD 4K camcorderആണിത്. ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ജേർണലിസം ശൈലിയിലുള്ള പ്രൊഡക്ഷനുകൾക്കായുള്ള ലൈവ് സ്ട്രീം ചെയ്യാനാണ് XA60 ക്യാമറ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് വലിയ 3.5 mm LCD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണുള്ളത്. ഉയർന്ന റെസൊല്യൂഷനിലെ 0.36 OLED തിരിക്കാവുന്ന ഡിസ്പ്ലേ സ്ക്രീനാണ്. നമുക്ക് ഇതിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് തത്സമയം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ഔട്ട് നമുക്ക് ഈ USB കേബിൾ വഴി സീറ്റ് പോർട്ട് വഴി നമുക്ക് കമ്പ്യൂട്ടറോട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരൊറ്റ കാര്യം, ഇതിനകത്ത് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നില്ല. ലെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്റ്റിക്കൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് 20x 4K HD ഓപ്റ്റിക്കൽ സൂം ലെൻസ് ആണുള്ളത്. കൂടുതൽ സ്വാഭാവികമായ ഹൈലൈറ്റുകൾക്കായിട്ട് 8 ബ്ലേഡുകളുള്ള വൃത്താകൃതികളുള്ള ഐറിസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറയുടെ പ്രോ സ്റ്റൈൽ സവിശേഷതകളിൽ ഹൈബ്രിഡ്, നോർമൽ, ഫേസ് ഓൺലി, മാനുവൽ ഫോക്കസ്, ഓട്ടോ ഫോക്കസ് എന്നിങ്ങനെയുള്ള വിവിധ സെറ്റിംഗ്സുകൾ ഈ ക്യാമറയിൽ ലഭ്യമാണ്. പിന്നെ ഇതിനകത്ത് ഇമേജ് സ്റ്റെബിലൈസേഷൻ സൗകര്യം ലഭ്യമാണ്. അപ്പോൾ ഇത് വളരെ സൗകര്യപ്രദമായ ഒരു ക്യാമറയാണ്. ഞാൻ വളരെ കുറച്ചു കാലം മുമ്പ് വരെയായിട്ട് XA40 ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു ക്യാമറയാണ്. അത് ഒരു അപ്ഗ്രേഡേഷൻ്റെ ഭാഗമായിട്ടാണ് ഇതിലോട്ട് മാറിയത്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഫങ്ഷൻസ് ഇതിനകത്തുണ്ട്. കുറച്ചുകൂടെ ഹാൻഡിയാണ്. കുറച്ചുകൂടെ എന്ന് പറയാൻ പറ്റില്ല, സെയിം സൈസ് തന്നെയാണ്. നല്ലൊരു ക്യാമറയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഔട്ട്ഡോർ ഇൻഡോർ ഷൂട്ടിങ്സ് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. യാതൊരു അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ഡോർ പോകുമ്പോഴത്തേക്കും ഈ ദൂരെയുള്ള കാഴ്ചകൾ അടുത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിനിമാറ്റിക് സ്റ്റൈലിലോട്ട് സൂം ഇൻ സൂം ഔട്ടൊക്കെ വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്യാമറയാണ് ഈ XA60 എന്നുള്ള ഈ കാറ്റഗറിയിൽപ്പെട്ട ക്യാമറകൾ. വളരെ ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതും കൊണ്ടു നടക്കാൻ സൗകര്യപ്രദമായ ഈ ക്യാമറ വളരെ നല്ല ഒരു പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. ഇതിൻ്റെ മുൻഗാമിയുടെ കാര്യമാണ് ഞാൻ ഉറപ്പായിട്ട് പറയുന്നത്. അത് നല്ലൊരു ഇതാണ് കാഴ്ചവെച്ചിരുന്നത്. അപ്പോഴത്തേക്കും ഇതിലോട്ട് വരുമ്പോൾ എന്തായാലും അതിനേക്കാളും നല്ലൊരു മികവ് നമുക്കിതിനകത്ത് പ്രതീക്ഷിക്കാം.